ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിയൻ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറി സ്റ്റേറ്റിലെ ഡാർവിൻ പട്ടണത്തിനടുത്തുള്ള നൈറ്റ് ക്ലിഫ് എന്ന സ്ഥലത്തെ കടലിനോട് ചേർന്നാണ്. ആ കടലിലെ ഒരു പാലത്തിൻ്റെ മധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞങ്ങളിവിടെ ഷൂട്ടിങ്ങിനായി ഇവിടെ വന്നപ്പോൾ ഒരു ഓസ്ട്രേലിയക്കാരനെ പരിചയപ്പെടാനായിട്ട് വന്നു. അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഇത് ഒക്ടോബർ മാസമാണ്, റോസറി, ഞങ്ങൾ കാത്തലിക്സ് ആണ്, റോസറിയെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും ഒരു കാത്തലിക്കാണ്, ഞാനും റോസറി ചൊല്ലുന്നൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഞാനിവിടെയൊക്കെ മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനൊക്കെ വരുമ്പോൾ ജപമാലയും ചൊല്ലിക്കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. എൻ്റെയും ജീവിതത്തിൽ അനുഗ്രഹമാണ്, ശക്തിയാണ് പരിശുദ്ധ അമ്മ. അമ്മയോട് പ്രാർത്ഥിക്കാതെ ഞാനൊന്നും ചെയ്യാറില്ല. നോക്കുക, പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ ശക്തിയാണിത്, ജപമാലയുടെ ശക്തിയാണിത്. തീർച്ചയായിട്ടും ഒക്ടോബർ മാസം മാത്രമല്ല, അദ്ദേഹം ഒക്ടോബർ മാസത്തിൽ മാത്രമല്ല, മിക്കവാറും ഇവിടെ നടക്കാൻ വരുമ്പോഴൊക്കെ അദ്ദേഹം ജപമാല ചൊല്ലിക്കൊണ്ടാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അകലമെന്ന് പറയുന്നത് ജപമാലയുടെ അകലമാണ്. നമ്മൾക്കൊക്കെ എന്തുമാത്രം സമയമാണ് ഫ്രീ ആയി കിട്ടുന്നത്. വാഹനം ഓടിക്കുമ്പോൾ ജപമാല ചൊല്ലുന്ന വ്യക്തികളുണ്ട്. പള്ളിക്കൂടത്തിലേക്ക് പോകുമ്പോൾ ജപമാല ചൊല്ലുന്ന മക്കളുണ്ട്. പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ ജപമാല ചൊല്ലുന്ന വ്യക്തികളുണ്ട്. ജപമാല ചൊല്ലാൻ ഏതൊക്കെ അവസരങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അതൊക്കെ ഉപയോഗിക്കാം. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പോലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഒരു അമ്മ എനിക്കറിയാം. സ്കൂളിലേക്ക് പോകുമ്പോൾ കാർലോ അക്കോത്തിസിനെ പോലെ, ഡൊമിനിക് സാവിയോയെ പോലെ കൂട്ടുകാരോടൊപ്പം ജപമാല ചൊല്ലി സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ എനിക്കറിയാം. അത്രമാത്രം ജപമാലയെ സ്നേഹിക്കുന്ന മക്കളാണ് നമ്മളൊക്കെ. ജപമാലയെ നമ്മൾ സ്നേഹിച്ച, അമ്മയെ നമ്മൾ സ്നേഹിച്ച, അമ്മ നമ്മളെ സ്നേഹിക്കും. അതാണ് ജപമാല ഭക്തിയുടെ പ്രത്യേകത, അതാണ് അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത. നമുക്ക് എന്തുമാത്രം സമയങ്ങൾ കിട്ടുന്നു. ഒരുപക്ഷെ ഇക്കാലത്ത് സോഷ്യൽ മീഡിയയും മൊബൈലും മറ്റു സാങ്കേതിക വിദ്യകളൊക്കെ കയ്യിലുള്ളതുകൊണ്ട് മിക്കവാറും നമ്മളൊക്കെ ചെലവിടുന്നത് മുഴുവൻ അതിലായിരിക്കും. പക്ഷെ ഒരു കുറച്ച് സമയം, ആ കുറച്ച് സമയം പ്രാർത്ഥനയ്ക്കായി ചെലവിടുക, അതേ ആഗ്രഹിക്കുന്നുള്ളൂ, അതേ പറയുന്നുള്ളൂ. അങ്ങനെ ചെലവിടുമ്പോൾ അതിൻ്റേതായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. സമയങ്ങൾ പാഴാക്കാനുള്ളതല്ല. ലോകത്തിലെ ഏറ്റവും വിലയുള്ളത് സമയമാണെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ടൈം ഈസ് വെരി പ്രേഷ്യസ് എന്നാണ്. അത്രമാത്രം വിലയുള്ള ഒന്നാണ് സമയം. ആ സമയങ്ങൾ പാഴാക്കാതിരിക്കുക. നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, ജപമാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, മറ്റെന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ സമയങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ അനുഗ്രഹമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിൽ നമ്മുടെ സമയങ്ങൾ അല്പം ജപമാലയ്ക്ക് വേണ്ടി നീക്കിവെച്ചാൽ തീർച്ചയാണ് അമ്മ നമ്മെ അനുഗ്രഹിക്കും. അമ്മയുടെ അനുഗ്രഹം നമുക്കുണ്ടാകും. പാതിരേ പിയ പറയുന്നത്, ജപമാലയാണ് എൻ്റെ ശക്തി, അതൊരു പവറാണ് എനിക്ക്, അതൊരു അത്ഭുതമാണ്. നമ്മെല്ലാവരെയും പരിശുദ്ധം അനുഗ്രഹിക്കട്ടെ. ആമേൻ.